എനിക്ക് അത് സെലക്ട് ചെയ്ത ഭയങ്കര എന്താ ഇങ്ങനെ പ്രശ്നമാക്കി വെക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞാണ് ഒരാഴ്ച മുന്നേ വരാൻ. അല്ല ഞാനോർത്ത് പെട്ട 2 ദിവസം പോരെ സെലക്ഷൻ. ഒരാഴ്ച മുന്നേ വരണം എന്ന് പറഞ്ഞിട്ട് ആള് ഇന്ന് രാവിലെ എത്തി. ഉറങ്ങാണ്ടൊക്കെ ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. അവർക്ക് രാവിലെ നമ്മള് സാരിയാണ് കേട്ടോ ഇനോഗ്രേഷൻ. ഞങ്ങള് രണ്ടൊരു സാരി. അപ്പൊ അത് കഴിഞ്ഞിടാൻ വേണ്ടി ഒരു ഡിസൈനർ വേറെ ഇറക്കിയിട്ട് ഇപ്പൊ 1 മണിക്കൂറോളായി അവളത് നോക്കിയിട്ട്. എല്ലാം ഭംഗി ഇല്ലാത്തൊരു 5-6 ഫംഗ്ഷൻ വെക്കേണ്ടിയിരുന്നു. 5-6 ഫംഗ്ഷൻ വേണമായിരുന്നു. ഇപ്പൊ ഞാന് ഫൈനലി ഒരു 3 പ്രോഡക്റ്റിൽ പോലും എത്താൻ പറ്റുന്നില്ല. എല്ലാം ഇപ്പൊ ലിമ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ലിമ ഈ ഡിസൈനർ ഫ്ലോറിലാട്ടോ ഉള്ളത്. സെക്കൻഡ് കളേഴ്സ് അല്ലേ ഞാൻ ലിംബായോട് പറഞ്ഞ ഈ ഹോൾഡർ നെക്കിൽ ചെയ്തത് നമ്മുടെ ഒരു ഇൻഹൗസ് പ്രൊഡക്റ്റ് ആണ്. ബേൺഡ് ഓറഞ്ചില് ഒരു ഹോൾഡർ നെക്കിൽ ചെയ്തത്. ഈ ഒരു ടൈപ്പ് ഇതൊരു ഡിവൈഡറും ഇതും കൂടെ ഇട്ട് കാണുമ്പോഴാട്ടോ കട്ട് വർക്ക് ചെയ്തിട്ട് ഭയങ്കര ഭംഗിയാണ്. എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ഇൻഹൗസിൽ ചെയ്തൊരു പ്രൊഡക്റ്റാ. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്തത് ബ്ലൂ ആയിരുന്നു. അപ്പൊ അവള് പറഞ്ഞു നമ്മുടെ ഷാർജ ഇനോഗ്രേഷൻ ഇവള് ഇതേപോലെ തന്നെ ഇട്ടിരിക്കുന്നത്. ഈ ബ്ലൂ ഇല്ലാത്തവര് മിസ് ചെയ്യരുത് കേട്ടോ. ഇതിന്റെ ഫുള്ള് അത് ഈ റേറ്റ് എന്റെ ന്യൂയാ തന്നെ അടിയും കേട്ടോ. ഈ റേറ്റ് കണ്ടിട്ട് ലിമോ എന്ന് പറയായിരുന്നു. റേറ്റ് ഭയങ്കര കുറവാണ്. എന്നെല്ലാരും കൊല്ലും ഇപ്പം. അല്ല അത്ര എറണാകുളത്തെ റേറ്റ് എന്ന് പറഞ്ഞാല്. അതുപോലെ ആ റെഡ് ആണ് പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്തത്. അപ്പൊ അവൻ പറഞ്ഞ ഇബ്രാഹിം ഉള്ളതുകൊണ്ട് ടെയിൽ സ്ലീവ്സ് ഇടുമ്പോ എങ്ങനെ ആയിരിക്കും എന്നാ ലീമ പറഞ്ഞത്. ഡ്രേപ്പ് സ്കേർട്ടും ടെയിൽ സ്ലീവ്സും കൂടെ ഉള്ള ഇത് ഞാൻ ലിമയുടെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. നല്ല രസമുണ്ട്. അപ്പൊ ഇതും ക്രേപ്പാണ് സ്കേർട്ട്. ഇതൊക്കെ നമ്മുടെ ഡിസൈനർ ഫ്ലോറിൽ വെച്ചിട്ടാട്ടോ. അപ്പൊ ഇതുപോലുള്ളതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ. അല്ലേ ലിമ ഇഷ്ടപ്പെട്ടു. ഇതൊരു ന്യൂഡ് ഷാമ്പെയിൻ പിങ്ക്. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, എറണാകുളത്തല്ലേ ഏതെങ്കിലും ഒരു കൊച്ചു സ്ഥലത്ത് പോലും ഇത് ചെയ്തെടുക്കുക? ഇതൊക്കെ എറണാകുളംകാർ സാധാരണ ചെയ്തെടുക്കാറില്ല. ഇനി ആരും ചെയ്തെടുക്കണ്ട. അതെ, എറണാകുളത്ത് കൂടുതൽ എല്ലാവരും കസ്റ്റമൈസേഷൻ എന്നുള്ള ഒരു ലെവലിലല്ലേ കൂടുതലും വരും. ഇപ്പൊ നമ്മൾ റെഡി ടു വെയറിൽ ഒത്തിരി നല്ല സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് നിങ്ങളൊന്ന് ഇവിടെ വരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടുത്തെ കളക്ഷൻസ് കണ്ട് എടുക്കാതെ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഏത് എടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ആവും. ഇതിന്റെയൊക്കെ എല്ലാ ഷെയ്ഡ്സും ഇവിടെ അവൈലബിൾ ആട്ടോ. ഞാൻ പിന്നെ ബഡ്ജറ്റ് കണ്ടിട്ട് എന്റെ ഉണ്ടല്ലോ ലെഹങ്ക അറേഞ്ച്മെന്റ്സിന്റെ നിന്ന്, അതായത് ഇത് അറേഞ്ച് ചെയ്യാൻ നിന്നൊരു സ്റ്റാഫ് ഉണ്ട്. പുള്ളിക്കാരൻ ഇവിടുത്തെ ഒരു ഫേമസ് സ്റ്റോറിൽ നിന്നതാ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എന്നോട്. പിന്നെ ആദ്യമായിട്ടായിരിക്കും എറണാകുളം 10,000-നും 15,000-നും ഒക്കെ ഇതേപോലുള്ള സംഭവങ്ങൾ കാണുന്നത്. ഞാൻ നിന്ന സ്റ്റോറുകളിൽ ഇത് 30,000-35,000 ഒക്കെ ആയിരുന്നു ഇതിന്റെ വില. മാഡത്തിന് വില തെറ്റിയാണോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ എപ്പോഴോ വന്നപ്പോഴത്തേക്ക് ഒരു കാഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ട് സദർ ട്രൗസേഴ്സ് ഒക്കെ കാഷ്വൽ എടുക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് ഓടി ഞാൻ. സാധാരണ ചുരിദാറിന്റെ റേറ്റ് അതെ, അത് എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഷെറിന് വിളിച്ചപ്പോഴും പറഞ്ഞു ഒരു പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി കയറിയിട്ട് പറ്റുന്നേ ഇല്ല. കാരണം നമ്മളുടെ കളക്ഷൻസ് കണ്ട് ശീലിച്ചവർക്ക് ഒന്നില്ലെങ്കിൽ ഭയങ്കര വിലക്കായിരിക്കും പ്രോഡക്റ്റുകൾ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ കിട്ടത്തില്ല, കോമൺ ആയിരിക്കും. പക്ഷെ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ വെറൈറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ട്സ് അത് ഓരോ ഫ്ലോറിൽ കയറുമ്പോൾ ഞാൻ ഇമോഷണലി ഭയങ്കര സങ്കടമാവും. എന്റെ ഓരോ ഡേയ്സും ഞാൻ പർച്ചേസ് ഇറങ്ങി എന്റെ മെമ്മറീസ്. ഒരു പർച്ചേസ് മാനേജർ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ 8 മണിക്ക് പോവും, വൈകുന്നേരം രാത്രി 11:30 മണി വരെ പർച്ചേസ്. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയായിരുന്നു, ദിവസങ്ങളോളം, മാസങ്ങളോളം. പക്ഷെ ഞങ്ങള് പറയണ ചീത്തയാണ് എന്റെ ഹസ്ബൻഡ് ആയാലും ചീത്ത. ആളുടെ ഹെൽത്തില നമ്മളുടെ വിളിക്കുമ്പോഴൊക്കെ എന്നോട് പറയും, നീ നിന്റെ പാടുതിരിക്കും, ഉള്ളതൊക്കെ മതി, അത് ചെയ്യുന്നുണ്ടല്ലോ, സെയിൽ ഉണ്ടല്ലോ, നീ പിന്നെ എന്തിനാ ഇങ്ങനെ ഇത്രയും ടെൻഷൻ അടിച്ച് ഓടിപ്പോയി എടുക്കുന്നത്? പക്ഷെ ഫുൾ ചീത്തയാ. ആള് കസ്റ്റമർ ഏറ്റവും നല്ലത് എനിക്ക് കൊടുക്കണം. ഉപരി വെരി അടിപൊളി പ്രോഡക്ട്സ് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മുടെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ബിസിനസ്സിലും കൂടുതൽ അല്ലെ കസ്റ്റമറോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ്, കസ്റ്റമറോടുള്ള ഒരു ഇഷ്ടം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊണ്ടുവന്നാലും പോരാന്നുള്ള ചിന്ത. അത് നിങ്ങൾ ഇവിടെ വരുമ്പോ കാണണം. എന്തായാലും ഒരു എറണാകുളത്ത് എല്ലാരും 23-ാം തീയതി തന്നെ എല്ലാരും വരണം കേട്ടോ. 23rd തന്നെ വരണം. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ആ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും അല്ലെ, എൻട്രൻസിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. ഓഫേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, അല്ലാതെ ഇതേപോലെ ഒരു 1000-2000 റേഞ്ചിലെ പാനൽഡ് കേട്ടോ. പാനൽഡ് ഡ്രസ്സൊക്കെ ഒരുപാടുണ്ട്. ഇഷ്ടമാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ നമ്മൾ തന്നെ നൗസി ചെയ്യിപ്പിച്ചതാണ്. സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടുള്ള ഇതൊക്കെ നമ്മൾക്ക് പർച്ചേസ് ചെയ്യാൻ പോയപ്പോഴും കിട്ടൂല. നമ്മൾ തന്നെ
ഇനി ബാക്കി നമുക്ക് കുറെ സർപ്രൈസസ് ആയിട്ട് വെക്കാം ലീമ അല്ലേ? ഇനി വരുമ്പോ കാണട്ടെ അല്ലേ? സോ ഒന്നുകൂടി പറയണു, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ എല്ലാവരും വരിക. ഫെബ്രുവരി 23 ഞായറാഴ്ച, 2 ദിവസം കൂടെ ഉള്ളൂ. മറ്റന്നാൾ രാവിലെ 10 മണിക്കായിരിക്കും. ഇനോഗ്രൽ ഡേക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണു. 5000 റുപ്പീസിന് പർച്ചേസ് ചെയ്യുന്നവർക്ക് 999 ഒരു കുർത്ത നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ റേറ്റ് കുറച്ചിട്ടിട്ടും പിന്നെ 10,000 റുപ്പീസിന് പർച്ചേസ് ചെയ്യുന്നവർക്ക് 2500 ഒരു സാരി നമ്മൾ അന്നത്തെ ദിവസം ഒരൊറ്റ ദിവസമേ ഉള്ളൂ. അത് പാർക്കിങ്ങിന്റെ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട. വാലറ്റ് പാർക്കിംഗ് ഒക്കെ ഇവിടെ സെറ്റ് ആണ്. പിന്നെ ഇങ്ങോട്ട് വാ, നമുക്ക് മഞ്ജു വാര്യറിനെയും ഭാവനനെ ഒക്കെ കണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അതെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സെൽഫി ഒക്കെ എടുത്ത് അടിപൊളിയല്ലേ? സോ ഒന്നുകൂടി എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു.